ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാതെ ചെറിയൊരു ഗ്യാപ്പ് എടുത്തേക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ദുരന്തർ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം എന്തായാലും വിചാരിച്ചു ഓക്കെ ഇന്ന് ഐശ്വര്യമായിട്ട് വീഡിയോസ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യുകയാണ്. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ ദുരന്തറിൻ്റെ റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദിത്യദാറിൻ്റെ സംവിധാനത്തിൽ 2025 ഡിസംബറിൽ റിലീസ് ചെയ്ത ദുരന്തർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട്, അതായത് മൂന്ന് മാസത്തിന് ശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ട് ദുരന്തർ ദ റിവെഞ്ച് എന്ന പേരിലാണ് പുതിയ സിനിമ വന്നിരിക്കുന്നത്. സെയിം ആദിത്യദാർ തന്നെയാണ് സംവിധാനം, അദ്ദേഹത്തിൻ്റെ തന്നെയാണ് തിരക്കഥയും, അതുപോലെ പ്രൊഡക്ഷനും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു സിനിമ ഇറങ്ങി അതിൻ്റെ സെക്കൻഡ് പാർട്ട് 3 മാസത്തിനുള്ളിൽ അവർ റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് എടുത്തപ്പോൾ തന്നെ എനിക്കൊന്ന് ഫുള്ള് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിലിമാണ്. മേ ബി എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് 7 hours ഉള്ളതുകൊണ്ട് മേ ബി അവർ ട്രിം ചെയ്ത് അവർ കട്ട് ചെയ്തിട്ട് 2 പോർഷനായിട്ട് അവർ മാറ്റിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം അതിൻ്റെ ഒരു ഗുണവും ഈ സിനിമയ്ക്ക് കാണാനുണ്ട്. കാരണം സാധാരണ ഒരു ഹിറ്റ് പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു കൂടുതൽ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്ത് കൂടുതൽ സ്റ്റാർസിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഉള്ള സ്റ്റാർസിന് കൂടുതൽ സ്പേസ് കൊടുത്തിട്ട് കഥയൊക്കെ തിരുത്തി റീഷൂട്ട് ചെയ്തിട്ടൊക്കെ വരാറുണ്ട് സാധാരണ. പക്ഷേ ഇവിടെ ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അതേ രീതിയിൽ, അതേ ഫോർമാറ്റിലും അതേ മേക്കിംഗ് രീതിയിലും തന്നെയാണ് സെക്കൻഡ് പാർട്ടും പോകുന്നത്. അതേ പേസും സിനിമയ്ക്കുണ്ട്. ഫസ്റ്റ് എവിടെ നിർത്തിയോ അവിടെ നിന്നാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ കൂടുതലും എനിക്ക് തോന്നുന്നു ഞാൻ തിയേറ്ററിൽ പോയി പേഴ്സണലി ആ പടം കാണാനുള്ള കാരണം തന്നെ അക്ഷയ് ഖന്നയുടെ വൈറലായ ഒരു സോങ് സീക്വൻസ് കണ്ടിട്ടാണ്. കാരണം ദുരന്തർ എന്ന പേരിൽ വന്നപ്പോഴത്തേക്ക് ഒരു ദുരന്തമാവുമോ എന്ന് വിചാരിച്ച് ഞാൻ കാണാതിരുന്നൊരു സിനിമ, ആ ഒരു റീൽസ് മാത്രം കണ്ടുകൊണ്ട് ഞാൻ തിയേറ്ററിൽ പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു ദുരന്തർ എന്ന് പറയുന്നത്. ഫസ്റ്റിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് നമ്മുടെ അക്ഷയ് ഖന്നയാണ്. രൺവീർ സിംഗിനെക്കാളും ഭയങ്കര കയ്യടി, ഭയങ്കര സ്വാഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അക്ഷയ് ഖന്നയാണ് സ്കോർ ചെയ്തതെങ്കിൽ സെക്കൻഡ് പാർട്ട് ഔട്ട് ആൻഡ് ഔട്ട് രൺവീർ ഷോ തന്നെയാണ്. കാരണം രൺവീർ സിംഗ് ആണ് ഫ്രം ബിഗിനിങ് ടിൽ എൻഡ് എല്ലാ സീക്വൻസിലും അദ്ദേഹം തന്നെയാണ് സ്കോർ ചെയ്യുന്നത്. കിടിലം ആക്ടിങ്, ഇമോഷണൽ സീൻസ് ആയാലും അതുപോലെ ആക്ഷൻ സീക്വൻസ് ആയാലും സ്വാഗിലായാലും സ്ക്രീൻ പ്രസൻസിലായാലും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് രൺവീർ സിംഗ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട 1-2 പ്രധാന ക്യാരക്ടർ നമ്മുടെ മാധവൻ ചെയ്ത അജിത് സന്യാൽ എന്ന് പറയുന്ന ക്യാരക്ടർ, റിയൽ ലൈഫിൽ അജിത് ഡോവലിൻ്റെ അതേ റിയൽ ക്യാരക്ടർ തന്നെയാണ്, ഒരു റിയൽ ക്യാരക്ടർ തന്നെയാണ് ആക്ച്വലി അജിത് സന്യാൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സിനിമയിലെ കുറേ ഗൂസ് ബംസ് മൊമെൻറ്റ്സും ഗൂസ് ബംസ് സീൻസും ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ റിയൽ ലൈഫിലുള്ള അദ്ദേഹത്തോട് നമുക്കൊരു ആരാധന തോന്നിപ്പോകും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. അത് നിങ്ങൾക്കും പലർക്കും അങ്ങനെ തോന്നാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ഫസ്റ്റിൽ തന്നെ ചില സീൻസ് കാണുമ്പോഴത്തേക്കും നമുക്ക് അത്തരത്തിലൊരു ആരാധന അദ്ദേഹത്തോട് തോന്നിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ യു വിൽ റിയലി ഫീൽ ഗൂസ് ബംസ്. അത്രമാത്രം കിടിലം സീൻസ് നമ്മുടെ മാധവൻ ചെയ്ത ആ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. വളരെ കിടിലം സീൻസാണ്. കാരണം ഫസ്റ്റ് സ്കോർ ചെയ്തിട്ടുള്ളത് അക്ഷയ് ഖന്ന ആണെങ്കിൽ സെക്കൻഡിൽ അത് മാധവനാണ് കൂടുതലും അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ സ്വാഗ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഫസ്റ്റിലുണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം സെക്കൻഡിലും ഉണ്ട്, ഒരുവിധമുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. നമ്മുടെ സഞ്ജയ് ദത്ത് ആയാലും എല്ലാവർക്കും ആ ഒരു പാറ്റേൺ മറ്റേ ഫസ്റ്റ് എവിടെ നിർത്തിയോ അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള തന്നെയാണ് വന്നിരിക്കുന്നത്. അർജുൻ രാംപാലാണ് ഇതിൽ കുറച്ചും കൂടെ ഒരു വില്ലൻ ക്യാരക്ടർ. കാരണം ഫസ്റ്റ് എൻഡ് ചെയ്തപ്പോൾ നമുക്കറിയാം അർജുൻ രാംപാൽ ആയിരിക്കും ഇതിൽ കുറച്ച് വില്ലൻ ക്യാരക്ടറായിട്ട് വരുന്നത്. കുറച്ച് റിയൽ ക്യാരക്ടേഴ്സിനെയും കൂടെ ചെയ്തിട്ടുണ്ട്. 1-2 ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നി, വാവ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ പേര് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേര് മാറ്റി കൊടുത്തേക്കുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേര് അതേ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് സത്യം പറഞ്ഞാൽ ഒരു സല്യൂട്ട് കേട്ടോ. അത്തരത്തിൽ ഒരു ക്യാരക്ടറൈസേഷൻ ആ റിയൽ പേര് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് പറയുന്നത് അപാരം തന്നെ. പെർഫോമൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കിടിലമായിട്ട് എനിക്ക് പറയാനുള്ള 3 കാര്യമാണ്: സ്റ്റോറി, ഡയറക്ഷൻ, മ്യൂസിക്. കാരണം ഇതൊരു ഫസ്റ്റ് പാർട്ട് 3 മണിക്കൂർ 25 മിനിറ്റ് ആയിരുന്നു സിനിമയുടെ ലെങ്ത് എങ്കിൽ ഇത് 4 മണിക്കൂറിനടുത്തുണ്ട് ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. തിയേറ്ററിൽ ഒറ്റ ഇരിപ്പിൽ ഈ ഒരു സിനിമ കണ്ടു തീർക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ 4 മണിക്കൂർ എന്നാലെങ്കിൽ നമ്മൾ ആലോചിക്കും ഓക്കെ പോകണോ വേണ്ടയോ. സാധാരണ 3 മണിക്കൂർ സിനിമകൾ തന്നെ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോഴത്തേക്ക് ഉറക്കം തൂങ്ങി ഇരിക്കാറുണ്ട്. അങ്ങനെയാണ് സാധാരണ നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ 4 മണിക്കൂർ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തരത്തിലും ബോറടിക്കാതെ വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ഫിലിം. കാരണം ഞാനിവിടെ ഇന്ത്യക്ക് പുറത്താണ്. അപ്പം ഇവിടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇൻ്റർവെൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഒറ്റ ഇരിപ്പിൽ തന്നെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഫിലിം കാണാം. 4 മണിക്കൂർ ഒട്ടും ബോറടി ഇല്ലാതെ ഒരു പല സീൻസിൽ നമുക്കൊരു ഗൂസ് ബംസ് ഫീലോട് കൂടി നമുക്കത് കാണാൻ പറ്റി. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റും അതുപോലെ അതിൻ്റെ
ഡയറക്ഷനും കൂടിയാണ്. പിന്നെ ഇത്തരത്തിൽ നമ്മളെ പിടിച്ചിരുത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മ്യൂസിക്കിനും ഇതിൻ്റെ പങ്ക് വലുതാണ്. അടിപൊളി മ്യൂസിക്കാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ശാശ്വത് സച്ദേവാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പുള്ളി ഫസ്റ്റ് പാർട്ട് ചെയ്തേക്കുന്ന പോലെ തന്നെ ഇതിലും ഒരുപാട് അടിപൊളി മ്യൂസിക്കുണ്ട്, പല റീമിക്സുകളുണ്ട്, പല സോങ്സ് പ്ലേസ് ചെയ്തിരിക്കുന്ന അടിപൊളിയാണ്. പഴയ സോങ്സ് അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി സോങ്സ് ആയാലും ഇംഗ്ലീഷ് സോങ്സ് ആയാലും വളരെ കിടിലമായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒട്ടും ബോറടി ഇല്ല. നമുക്കൊരു ഓരോ സീൻസും അത്രമാത്രം ഗൂസ് ബംസോടുകൂടി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ വന്നിരിക്കുന്നത്. അത്യാവശ്യം ഒരു സസ്പെൻസും ഉണ്ട്. ക്ലൈമാക്സ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊരു സസ്പെൻസ് എലമെൻറ്റും സിനിമയുടെ അവസാനമുണ്ട്. അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ സിനിമ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞിട്ട്, അത് ഫസ്റ്റ് പാർട്ടിലൊരു എൻഡ് ക്രെഡിറ്റ് സീൻ ഉണ്ടായിരുന്നു, അതിലാണ് സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ടൈലൻ്റ് അവർ കാണിച്ചത്. ഇതിൽ ഫസ്റ്റ് പാർട്ട് ഇതിൻ്റെ എഴുതി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പോർഷൻസ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ എണീറ്റ് പോയാൽ നിങ്ങൾ വീണ്ടും മിസ് ചെയ്യുന്നുണ്ട് കുറച്ച് സീൻസ്. കാരണം കുറേ കൂടെ എഴുതി കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും കുറച്ച് സീൻസ് അവർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സിനിമ അവസാനം വരെ കംപ്ലീറ്റ് ആയിട്ട് എഴുതി കാണിക്കുന്നിടം വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം തിയേറ്ററിൽ നിന്ന് ഇറങ്ങാനായിട്ട്. ഓവറോൾ കിടിലം പടം. എനിക്ക് അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് റിയൽ ക്യാരക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന റിയൽ ഇൻസിഡൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് വന്ന ഒരു കഥയാണ്. അതിന് ഫിക്ഷനൈസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. തിയേറ്റർ വാച്ച് മസ്റ്റാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രമാത്രം ഗൂസ് ബംസോട് കൂടിയിരുന്ന് നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന കിടിലം പടമാണ് ദുരന്തർ എന്ന് പറയുന്നത്. 2 പാർട്ടും അടിപൊളിയാണ്. ഇത് 4 മണിക്കൂറുണ്ട്. അപ്പോൾ അത് 4 മണിക്കൂർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാതിരിക്കരുത്. യു വിൽ ഡെഫിനറ്റ്ലി മിസ് ദ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ഇൻ തിയേറ്റേഴ്സ്. അപ്പം എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും ഈദ് മുബാറക്.